പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന പൂമ്പാറ്റ കിലുക്കി, കിലുകിലുക്കി, കിലുക്കിച്ചെടി, ചണ, തന്തലക്കൊട്ടി, പൂമ്പാറ്റച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ക്രോട്ടാലാരിയ റെഡ്യൂസ എന്നാണ്. ഒരു പയറുവർഗ്ഗവും മെഡിസിനൽ പ്ലാന്റുമായ ഈ ചെടി ഫാബേസി കുടുംബത്തിലെ ഒരു അംഗമാണ്. ആകർഷകമായ പൂക്കൾക്കും സസ്യജാലങ്ങൾക്കും ഒരു അലങ്കാര സസ്യമായി ഇത് കൃഷി ചെയ്യുന്നു. പൂമ്പാറ്റ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉഷ്ണമേഖല ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് പരമ്പരാഗത കാലം മുതൽ തന്നെ കണ്ടുവരുന്നു. എങ്കിലും ചിലർ ഇതിന്റെ ജന്മദേശം ആഫ്രിക്കയാണെന്ന് പറയുന്നു. പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഒരു വിള സസ്യമായാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതൊരു കളയായും മാറിയിട്ടുണ്ട്. നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പ്യൂട്ടോറിക്കോ, വെർജിൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ 10 സംസ്ഥാനങ്ങളിലെ ഇത് വിഷകരമായ ഒരു കളയായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യ, ക്യൂബ, കോക്കോസ് ദ്വീപ്, പസഫിക് സമുദ്രത്തിലെ നിരവധി ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഈ ചെടി അധിനിവേശ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ ഇനത്തിന് കൃഷിയിൽ നിന്ന് രക്ഷപ്പെടാനും വഴിയോരങ്ങൾ, പാഴ്സ്ഥലങ്ങൾ, നഗരപ്രദേശങ്ങൾ, പുൽമേടുകൾ തുടങ്ങിയ വെളിംപ്രദേശങ്ങളിൽ പ്രകൃതിദത്തമായി വളരാനുള്ള കഴിവുണ്ടെന്നാണ്. പ്രകൃതിദത്തമായി കഴിഞ്ഞാൽ ഈ ഇനം കളയും ആക്രമണകാരിയുമായി തീർന്നേക്കാം. ഇത് കൂടാതെ പ്രകൃതിദത്തവും നിയന്ത്രിതവുമായ ആവാസ വ്യവസ്ഥകളിൽ തദ്ദേശീയവും നമുക്ക് ആവശ്യമുള്ളതുമായ സസ്യങ്ങളെ സ്ഥാനഭ്രഷ്ടമാക്കാനുള്ള കഴിവും ഈ ചെടിക്കുണ്ട്. കൂടാതെ ഇത് കന്നുകാലികൾക്ക് വിഷമയമാണ്. അതോടൊപ്പം മനുഷ്യന്റെ ഭക്ഷണത്തെയും മലിനമാക്കുന്നു. ഈ ചെടി പൂമ്പാറ്റകളെ വളരെയധികം ആകർഷിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഡെനൈൻ വിഭാഗത്തിലെ ആൺപൂമ്പാറ്റകളിൽ ഫിറോമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള ഘടകമായ പൈറോളിസിഡിൻ ആൽക്കലോയിഡ് ഗണത്തിൽപ്പെട്ട മോണോകോട്ടാലിൻ എന്ന പദാർത്ഥം ഈ ചെടിയുടെ ഇലയിലും തണ്ടിലും മറ്റും അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്നും മുറിവുകളിൽ നിന്നും ഊറിവരുന്ന ദ്രാവകത്തിലും ഈ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷികൾക്കും വലിയ സസ്തനികൾക്കും വിഷമരമാകാനുള്ള കാരണവും ഈ ആൽക്കലോയിഡ് തന്നെയാണ്. ഇതിന്റെ തേനിൽ അടങ്ങിയിരിക്കുന്ന പൈറോളിസിൻ ആൽക്കലോയിഡുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഓസ്ട്രേലിയയിൽ ഇത് ഭക്ഷിക്കുന്ന കുതിരകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. കിംബർലി ഹോഴ്സ് ഡിസീസ് മൂലം ഇത് മരണത്തിലേക്ക് പോകാൻ 2 അതിലധികമോ വർഷമെടുക്കും. അതുകൂടാതെ നൈജീരിയയിൽ കോഴികൾക്കും കന്നുകാലികൾക്കും ഇതിൽ നിന്ന് വിഷബാധയേറ്റതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ഭക്ഷ്യയോഗ്യമായും വ്യാവസായിക ഉൽപ്പന്നമായും ഉപയോഗിച്ചു വരുന്നു. വിയറ്റ്നാമിൽ ഇതിന്റെ കുരു വറുത്ത് കഴിക്കാറുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിൽ ഇതൊരു ചായ സസ്യമായി ഉപയോഗിക്കുന്നു. കിലുക്കിച്ചെടിയുടെ പൂക്കൾക്കും ഇലകൾക്കും മധുരമുള്ള സ്വാദുണ്ട്. അത് പച്ചക്കറിയായി ഭക്ഷ്യയോഗ്യവുമാണ്. ഇതിൽ ആൽക്കലോയിഡ് ഉള്ളടക്കം വളരെ കുറവാണ്. ഇതിന് മണ്ണിലെ ബാക്ടീരിയയുമായി സഹവർത്തിത്വമുണ്ട്. ഈ ബാക്ടീരിയകൾ വേരുകളിൽ നോഡുലുകൾ ഉണ്ടാക്കുകയും അന്തരീക്ഷ നൈട്രജൻ ശേഖരിക്കുകയും ചെയ്യുന്നു. വളരുന്ന ചെടികൾ ഈ നൈട്രജൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സമീപത്ത് വളരുന്ന ചെടികൾക്കും ഇത് പ്രയോജനകരമാണ്. ഈ ചെടികൾക്ക് മണ്ണിലെ നിമാവിരകളെ പ്രതിരോധിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മണ്ണിലെ നിമാവിരകളുടെ അണുബാധ കുറയ്ക്കാനുള്ള പച്ചില വളമായും ഇത് വളർത്തുന്നു. ഈ ചെടിയുടെ ഔഷധ ഗുണം തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഇതിന്റെ പുറംതൊലിയിലും തണ്ടിൽ നിന്നും ബലമുള്ള നാരുകൾ ലഭിക്കുന്നു. കോർഡേജിനും ക്യാൻവാസ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കാം. ഭക്ഷ്യയോഗ്യമല്ലാത്തതും ഡ്രൈ ആകാത്തതുമായ എണ്ണ ഇതിന്റെ വിത്തിൽ നിന്നും ലഭിക്കുന്നു. മുടി ഷാമ്പു, സ്കിൻ ക്രീം, ഷൂ പോളിഷ് എന്നിവയുടെ നിർമ്മാണത്തിന് അത് ഉപയോഗിക്കുന്നു. 2 അടി മുതൽ 5 അടി വരെ ഉയരമുള്ള കുത്തനെ വളരുന്ന മഞ്ഞ പൂക്കളുള്ള ഒരു ചെടിയാണിത്. ഇതിന്റെ തണ്ടുകളിൽ ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന നേർത്ത പച്ചില കാണുന്നു. പൂക്കൾ നീളമേറിയ കൂട്ടങ്ങളിലോ റെസിമുകളിലോ വിരിയുന്നു. അവയിൽ ഓരോന്നിനും അടിഭാഗത്തിന് സമീപം ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള മഞ്ഞ നിറങ്ങൾ കാണാം. ഈ ചെടിക്ക് വർഷം മുഴുവൻ പൂക്കാനും കായ്ക്കാനും കഴിയുന്നു. ഈ പൂക്കളാണ് തേനീച്ചയെയും ചിത്രശലഭത്തെയും ആകർഷിക്കുന്നത്. ഈ പൂക്കളിൽ നിന്ന് നീളമേറിയ സിലിണ്ടർ ആകൃതിയുള്ള കടും തവിട്ട് നിറം മുതൽ കറുപ്പ് നിറം വരെയുള്ള കായ്കൾ ഉണ്ടാകുന്നു. ഇതിൽ ഓരോ കായ്കളിലും ഏകദേശം 23 വിത്തുകൾ കാണപ്പെടുന്നു. ഈ സസ്യങ്ങൾ സാധാരണയായി നല്ല സൂര്യപ്രകാശത്തിലാണ് വളരുന്നത്. വരണ്ടതും ഈർപ്പമുള്ളതും നന്നായി വറ്റിച്ചതുമായ മണ്ണിലാണ് ഇത് വളർത്തേണ്ടത്. ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ pH നില ന്യൂട്രൽ മുതൽ ചെറുതായി അസിഡിറ്റി വരെയുള്ള പരിധിയാണ്. ഏകദേശം 6 മുതൽ 7.5 വരെയുള്ള pH പരിധിയിൽ ഇത് നന്നായി വളരും. എന്നിരുന്നാലും പല സസ്യങ്ങളെയും പോലെ നല്ല ഈർപ്പവും സൂര്യപ്രകാശവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വിവിധതരം pHമായും ഈ ചെടി പൊരുത്തപ്പെടും. ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള പൂക്കൾക്കും വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്.
10ന്റെയോ 20ന്റെയോ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയ സമീകൃത വളം ഉപയോഗിക്കുക. ഇത് ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പൂവിടുന്നതിനുമുള്ള പോഷകങ്ങൾ നൽകും. ഈ ചെടി സജീവമായി വളരുന്ന സീസണിൽ വളം പ്രയോഗിക്കുക. ഇത് സാധാരണ വസന്തകാലത്തും വേനൽക്കാലത്തുമായിരിക്കും. ചെടിയുടെ പ്രവർത്തനരഹിതമായ കാലഘട്ടത്തിൽ വളപ്രയോഗം ഒഴിവാക്കുക. ഇത് സാധാരണ ശരത്കാലത്തും ശൈത്യകാലത്തുമായിരിക്കും. വളരുന്ന സീസണിൽ 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. പോഷകങ്ങളുടെ കുറവിന്റെയോ അധികമായതിന്റെയോ ലക്ഷണങ്ങൾക്കായി ചെടിയെ നിരീക്ഷിക്കുക. ആവശ്യാനുസരണം വളത്തിന്റെ ഷെഡ്യൂൾ ക്രമീകരിക്കുക. വളം ചെടിയുടെ ചുവട്ടിൽ തുല്യമായി തളിക്കുക. അത് സസ്യജാലങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വളപ്രയോഗത്തിന് ശേഷം പോഷകങ്ങൾ റൂട്ട് സോണിലേക്ക് തുളച്ചു കയറാൻ സഹായിക്കുന്നതിന് മണ്ണ് നന്നായി നനയ്ക്കുക. ഇത് വളം മൂലം ചെടി കരിയുന്നത് തടയുകയും ചെടിക്ക് പോഷകങ്ങൾ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഓർഗാനിക് വളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. കിളിക്കിച്ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും മുഞ്ഞ, വെള്ളീച്ച, ലീഫ് ഹോപ്പർ, വിഷമഞ്ഞ്, റൂട്ട് ചീയൽ, ലീഫ് സ്പോട്ട് എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗത ഹെർബൽ മെഡിസിനിൽ ഔഷധ ഗുണങ്ങൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് പൂമ്പാറ്റച്ചെടി. ശരീരത്തിൽ നിന്ന് കുടലിലെ പരാന്നഭോജികളെ പുറന്തള്ളുന്നതിനുള്ള ഒരു ആന്തൽമെന്റിക് ഏജന്റായി പരമ്പരാഗത കാലം മുതൽ തന്നെ ഇത് ഉപയോഗിച്ചു വരുന്നു. ഈ ചെടിയുടെ വിത്തിലെ വെർമിഫ്യൂജ് ഗുണങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടെന്നാണ്. ഈ ചെടിയുടെ സത്ത് ശരീരവീക്കം, സന്ധിവാതം, മറ്റു വാദങ്ങൾ തുടങ്ങിയ കോശജ്വലന അവസ്ഥകളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ പനി കുറയ്ക്കുന്നതിനും അതിന്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനുമായി ഇത് ഉപയോഗിക്കുന്നു. ശരീര താപനില കുറയ്ക്കാനും വിയർപ്പ് പ്രോത്സാഹിപ്പിക്കാനും ഈ ചെടി സഹായിക്കും. വേദനയും അസ്വസ്ഥതയും ഒഴിവാക്കാൻ വേദന സംഹാരിയായി പരമ്പരാഗത കാലം മുതൽ ഇത് ഉപയോഗിച്ചു വരുന്നു. തലവേദന, പല്ലുവേദന, പേശിവേദന എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള വേദന ലഘൂകരിക്കാൻ ഇത് സഹായിച്ചേക്കാം. എന്നിരുന്നാലും ഇതിന്റെ വേദന സംഹാരിയായ ഗുണങ്ങൾ സ്ഥിരീകരിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ഹൈപ്പോഗ്ലൈമിക് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് പ്രമേഹമുള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഗ്ലൂക്കോസ് മെറ്റബോളിസം മെച്ചപ്പെടുത്താനുള്ള കഴിവ് ഈ പ്ലാന്റിന്റെ സത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ലവനോയിഡുകൾ, ഫിനോളിക് തുടങ്ങിയ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം പ്രകടിപ്പിക്കുന്നു. ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ഓക്സിഡേറ്റീവ് നാശങ്ങളിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുന്നു. അങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ മുറിവുണക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചർമ്മത്തിന്റെ അവസ്ഥ ലഘൂകരിക്കുന്നതിനും ഇത് പ്രാദേശികമായി ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ സത്തിൽ ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ ഉണ്ടാവാം. ഇതാവാം രോഗശാന്തിക്ക് കാരണമാകുന്നത്. ശ്വസനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി പരമ്പരാഗത ഹെർബൽ ഫോർമുലേഷനുകളിൽ ഇത് ഉപയോഗിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, ചുമ, ആസ്മ എന്നിവയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ഇത് സഹായിച്ചേക്കാം. എന്നിരുന്നാലും ഇതിന്റെ ഫലപ്രാപ്തി സ്ഥിരീകരിക്കുന്നതിനും കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നതിന് ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു. സ്പൊമാറ്റിറ്റിക്സ്, വയറിളക്കം, ചൊറി, ഇൻവെറ്റിഗോ തുടങ്ങിയ ചികിത്സയ്ക്കും ബാഹ്യമായും ആന്തരികമായും ഇത് ഉത്തമമാണ്. തേളിന്റെ കുത്ത് വേദന ഇല്ലാതാക്കാൻ വേദന സംഹാരിയായി ഇതിന്റെ വിത്തുകൾ പച്ചയ്ക്ക് കഴിക്കുന്നു. പൊളിച്ച വിത്തുകൾ പാലിൽ കലക്കി ശരീരത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ സാധാരണയായി സന്നിപാത, സുലോചനം അല്ലെങ്കിൽ ശതപുഷ്പി എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങൾക്ക് അംഗീകാരം നൽകുകയും പരമ്പരാഗത ഹെർബൽ ഫോർമുലേഷനുകളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇത് നാഡി ടോണിക്കാണ്. നാഡീവ്യൂഹത്തെ ശാന്തമായി ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞരമ്പുകളെ ശമിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും മാനസിക വ്യക്തതയും വൈജ്ഞാനിക പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ചേക്കാം. ആയുർവേദ തത്വങ്ങൾ അനുസരിച്ച് തലച്ചോറിന്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെ ഗുണം ചെയ്യും. ഇത് മസ്തിഷ്ക കോശങ്ങളെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള വൈജ്ഞാനിക ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഏകാഗ്രത, മാനസിക ജാഗ്രത എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് ഉപയോഗിക്കാം. ആയുർവേദത്തിൽ ഇത് ഒരു അഡാപ്റ്റോജൻ ആയി തരംതിരിക്കുന്നു. ശരീരത്തെ സമ്മർദ്ദവുമായി പൊരുത്തപ്പെടുത്താനും ബാലൻസ് നിലനിർത്താനും ഇത് സഹായിക്കും. ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങളിൽ ഇത് ഒരു നോർമലൈസ് ഫലമുണ്ടാക്കുമെന്നും ശാരീരികവും മാനസികവും വൈകാരികവുമായ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ശരീരത്തിന്റെ കഴിവിനെ പിന്തുണയ്ക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതിന് ഇമ്മ്യൂണോ മോഡുലേറ്ററി ഗുണങ്ങളുണ്ടെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഇത് രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണം നിയന്ത്രിക്കാൻ സഹായിക്കും. അങ്ങനെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും അണുബാധയെ പ്രതിരോധിക്കുകയും ചെയ്യും. ഹൃദയാരോഗ്യത്തിനും ഹൃദയധമനികളുടെ പ്രവർത്തനത്തിനും വേണ്ടി ആയുർവേദത്തിൽ ഇത് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് സഹായിക്കും.
കോശങ്ങളെ പുനർജീവിപ്പിക്കുന്ന ഒരു സസ്യമായി ആയുർവേദം ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘായുസ്സും ചൈതന്യവും പ്രോത്സാഹിപ്പിക്കാനുള്ള ഔഷധമായി ഇതിനെ കരുതുന്നു. ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് കൂടാതെ മുൻപ് പറഞ്ഞ ദഹന പിന്തുണ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആയുർവേദവും എടുത്തു പറയുന്നു. വിവിധ ആരോഗ്യ ഗുണങ്ങൾക്കായി പരമ്പരാഗത നാടോടി വൈദ്യത്തിലും ആയുർവേദ ഔഷധത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൽ പലതിനെയും പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരമ്പരാഗത ഉപയോഗങ്ങൾ സാധൂകരിക്കുന്നതിന് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഏതെങ്കിലും ഹെർബൽ പ്രതിവിധി പോലെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഈ ചെടി ഉപയോഗിക്കുന്നതിനു മുമ്പേ ഒരു യോഗ്യതയുള്ള ആയുർവേദ പ്രാക്ടീഷണറെ അല്ലെങ്കിൽ ഹെർബലിസ്റ്റുമായോ കൂടി ആലോചിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പൂമ്പാറ്റ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.